ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ മീനിനെ പിടിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ കാളിയിലുള്ളത്. ഞാനുണ്ട്, മുരുകേഷ് ചേട്ടനുണ്ട്. മുരുക, നിങ്ങൾക്ക് നല്ല നല്ല മീനിനെ കാണിച്ചു തരാൻ മുരുക. അപ്പോൾ ഇനി അടുത്ത മീനിനെ പിടിക്കുന്ന വീഡിയോ കാണാം. ഇതാണ് കാളിയിൽ നല്ല പാർക്കുണ്ട്. കുട്ടികളെല്ലാം കൂട്ടിയിട്ട് അത്യാവശ്യം വൈകുന്നേരം വന്ന് ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലമാണ് കാളി. ഇത് കണ്ടില്ലേ, തൊട്ടിലുണ്ട്. അത്യാവശ്യം മീനിനെ പിടിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് മീനിനെ പിടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ മമ്പറത്തിന് തലശ്ശേരി റോഡിൽ കാളി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നമ്മളെ കൂടെ 2 പേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ മീനെ പിടിക്കാൻ. നമ്മൾ മിലിറ്ററിക്കാരനായ നിതീഷ്, നിവേദ്, അവരും കൂടി മീൻ പിടിക്കാൻ നമ്മളെ കൂടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നു, അതുപോലെ കുറച്ച് മീനുകൾ കിട്ടി. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. ജസ്റ്റ് ട്രൈ. ചൂണ്ടയൊന്നും ഇവിടെ സെറ്റായിട്ടില്ല, അപ്പോൾ സ്റ്റാർട്ടായതേ ഉള്ളൂ. നമ്മൾ വന്നിട്ട് കാണുമ്പോൾ, വെള്ളം കാണുമ്പോൾ ചെറിയ സാധ്യതകളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചെമ്മീനാണ് നമ്മുടെ ആദ്യത്തെ ഇര. കൈയാണ് ഇതിൽ നിന്നും പിടിക്കാനല്ല. ഒന്നും കിട്ടില്ല. ഒന്നും പേടിക്കണ്ട, ഒത്തിരി കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ മുരുകേഷട്ട് മീൻ പിടി തുടങ്ങിയിട്ടുണ്ട്. കരിമീൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുരുക, എന്നാ തേരയെന്നായിട്ടിന് മഴുത ഇട്ടിട്ടാണ് പിടിക്കുന്നത്. നമുക്ക് നോക്കാം കിട്ടുമോ. വാവ്, കരിമീൻ ഒന്ന് അടുപ്പിച്ച് കാണിച്ചാൽ മതി. കരിമീൻ ഞാനും കിട്ടിട്ടില്ല. ഏതായാലും മീനിന് പിടിച്ചെന്നെങ്കിലും പറയാലോ. നമ്മളെ ആശാൻ പിടിച്ചതാണ്, മുരുകനാശാൻ. ഇനി സന്ധ്യ ഓരോന്നോരോന്ന് കിട്ടും അല്ലേ. ഇതിനകത്ത് ഇടുക. നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ കരിമീനാണ്. പിന്നെ ഇത് മൈദയിലാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ വളർത്തു മീൻ മേഖലയിൽ വളരെയധികം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീനാണിത്. ഇതിൽ പുഴയിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. വളരെയധികം ഒരു എക്സ്പീരിയൻസ് ഒരാവശ്യമുള്ളൊരു കാര്യമാണിത്. അല്ലെങ്കിൽ നല്ലൊരു ഭാഗ്യം വേണം. നമ്മുടെ മുരുകേഷ് ആശാനാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെറിയ ഹുക്കിലായിരുന്നു ട്രൈ ചെയ്തത്, മൈദ വെച്ചിട്ട്. ഇനി കുറച്ചും കൂടി വലിയ മീൻ
കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ 18ൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ചെമ്മീൻ എടുക്കുക, ഇതുപോലെ ജസ്റ്റ് ഹുക്ക് ചെയ്ത് വിടുക. മീൻ കിട്ടിയിട്ടുണ്ട്. ഏട്ട എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. പിന്നെ ഇത് ഒരു മീഡിയം സൈസ് ഏട്ടയാണ്. ഇത് ഏകദേശം 2-3 കിലോ ഒക്കെ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടു കാണും. പുഴയിലും പുഴ ചേരുന്ന കടലിനിടയ്ക്ക് ധാരാളമായി കാണുന്നൊരു മീനാണ്. നമ്മുടെ നാട്ടിൽ മാലിന്യമൊക്കെ ഒരുപാട് വേസ്റ്റ് ചാടുന്നത് കൊണ്ട് ഇത് കൂടുതലായിട്ട് പുഴയിലേക്ക് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റിയൊരു മീനാണ്. മീന് കൂടുതലായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആരും ചൂണ്ടി എറിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണ്. നമ്മുടെ കുക്കിൽ നമ്മൾ ചെമ്മീനാണ് കോർത്ത് വിട്ടത്. കുഴപ്പമില്ല. ഇതിൻ്റെ അൺഹുക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യം സേഫ്റ്റി ആയിട്ട് ഈ ഏട്ട എന്ന് പറയുന്ന മീനിന് വളരെയധികം ഷാർപ്പ്നെസ്സായ ചിറകുകളാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തൊട്ട് സേഫ്റ്റി ആയിട്ട് അതിൻ്റെ ഗിൽസിന് തൊട്ട് മുകളിലായിട്ട് 2 ഫിംഗർ വെച്ച് പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അനായാസം അൺഹുക്ക് ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞു. ഫുള്ളുള്ള ഏത് മീനിനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും ധൈര്യപൂർവ്വം നമുക്ക് ഇങ്ങനെ 2 ഫിംഗർ വെച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാം. മീൻ ഇളകുന്നുള്ള ഒരു പേടിയെ വേണ്ട. പിന്നെ വലിയ മീനുകളാണെങ്കിൽ ഇതിൻ്റെ ഗിൽസിലേക്ക് നമുക്ക് ഫിംഗർ ഇട്ട് കഴിഞ്ഞിട്ട് തൂക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.